വളരെ യാദൃശ്ചികമായാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കാണുന്നത്. ഒരു കുട്ടിക്കുരങ്ങനെ കൂട്ടത്തിലുള്ള കുറേയധികം കുരങ്ങന്മാർ ചേർന്ന് ഉപദ്രവിക്കുന്നു. ഈ കുട്ടിക്കുരങ്ങൻ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോകും. നമ്മൾ വിചാരിക്കും സ്വന്തം അമ്മയുടെ അടുത്തേക്കാണ് ഓടിച്ചെല്ലുന്നതെന്ന്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. മറിച്ച് തൻ്റെ ഒരു പാവക്കുട്ടിയുടെ അടുത്തേക്കാണ് ഓടിച്ചെല്ലുന്നത്. ആ പാവക്കുട്ടിയെ വലിച്ചുകൊണ്ട് പോയി ഒരു കല്ലിൻ്റെ സമീപം പോയി പേടിച്ചിരിക്കുന്ന കുട്ടിക്കുരങ്ങൻ്റെ വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ വളരെ സങ്കടം തോന്നി. എന്താണ് ഈ റീലിൻ്റെ പിറകിലുള്ള യാഥാർത്ഥ്യം എന്നറിയാൻ വേണ്ടിയാണ് ഗൂഗിളിൽ ഇതിനെക്കുറിച്ച് തിരക്കുകയും പിന്നീട് യഥാർത്ഥ കഥ മനസ്സിലാവുകയും ചെയ്യുന്നത്. ജപ്പാനിലെ ഇച്ചിക്കാവ സിറ്റി മൃഗശാലയിൽ നിന്നുള്ളൊരു കുട്ടിക്കുരങ്ങനാണ് ഈ സോഷ്യൽ മീഡിയ താരം. ജനിച്ച ഉടൻ അമ്മ ഉപേക്ഷിച്ച പഞ്ച് എന്ന ഈ കുട്ടിക്കുരങ്ങനെ മൃഗശാലയിലെ മുതിർന്ന കുരങ്ങന്മാർ നിരന്തരമായി ഉപദ്രവിക്കാറുണ്ട്. ഈ ഉപദ്രവിക്കപ്പെടുന്ന കുട്ടിക്കുരങ്ങൻ തൻ്റെ പാവക്കുട്ടികടത്തേക്ക് ഓടിപ്പോകുന്ന രംഗങ്ങൾ വൈറലായി. പഞ്ചിനെ എല്ലാവരും അറിയാൻ തുടങ്ങിയതും ഞാൻ നേരത്തെ കണ്ട ഇതേ ഇൻസ്റ്റഗ്രാം റീൽ വഴിയാണ്. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് പഞ്ച് ജനിക്കുന്നത്. മക്കാക്കു എന്ന കുരങ്ങ് വിഭാഗത്തിലാണ് പഞ്ചുള്ളത്. ഇന്ന് ലോകത്ത് കാണപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗം കുരങ്ങുകളാണ് മക്കാക്കുകൾ. ഏകദേശം 20-ലധികം ഇനങ്ങൾ മക്കാക്കുകൾ ലോകത്തുണ്ട്. ഇന്ത്യയിൽ സാധാരണയായി കാണപ്പെടുന്ന നാടൻ കുരങ്ങൻ, കേരളത്തിലെ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന സിംഹവാലൻ കുരങ്ങൻ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളൊക്കെ ഈ മക്കാക്കു വിഭാഗത്തിൽപ്പെടുന്ന കുരങ്ങന്മാരാണ്. എന്തായാലും ഈ മക്കാക്കു വിഭാഗത്തിൽപ്പെട്ട 7 മാസം മുൻപ് ജനിച്ച ഇച്ചിക്കാവ സിറ്റി മൃഗശാലയിലുള്ള പഞ്ചിനെ ജനിച്ച ഉടൻ തന്നെ അമ്മ ഉപേക്ഷിച്ചു. പ്രസവ വേദനയും കഠിനമായ ചൂടും കാരണമാകാം അമ്മ കുരങ്ങു കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്നാണ് മൃഗശാല അധികൃതർ കരുതുന്നത്. തുടർന്ന് മൃഗശാല ജീവനക്കാരൻ പഞ്ചിനെ വളർത്താൻ തുടങ്ങി. മറ്റു കുരങ്ങുകളുടെ ഇടയിലേക്ക് പഞ്ചിനെ വിട്ടെങ്കിലും അമ്മയുടെ സംരക്ഷണമില്ലാത്തതിനാൽ അവനെ കൂട്ടത്തിൽ ചേർക്കാൻ മുതിർന്ന കുരങ്ങുകൾ തയ്യാറായില്ല. ഇത് ഒരു കാഴ്ചക്കാരൻ കാണുകയും മൃഗശാല അധികൃതരെ അറിയിക്കുകയും അവർ അതിന്മേൽ നടപടിയെടുക്കുകയും ചെയ്തു. ജപ്പാനീസ് കുഞ്ഞു മക്കാക്കുകൾ സാധാരണ ഈ പേശികളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷിതത്വ ബോധം ഉണ്ടാകാൻ വേണ്ടി അമ്മമാരോട് ചേർന്ന് പറ്റിപ്പിടിച്ചിരിക്കും. അമ്മയുടെ സംരക്ഷണം ആവശ്യമായ ഈ ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയ പഞ്ചിനെ സംരക്ഷിക്കാൻ എന്തെങ്കിലും ഒരു ഇടപെടൽ ആവശ്യമാണെന്ന് മൃഗശാല അധികൃതർക്ക് മനസ്സിലായി. ഈ മൃഗശാല സൂക്ഷിപ്പാനായ കൊസുക്കെ ഷിക്കാനോ പറയുന്നതനുസരിച്ച് കൂട്ടത്തിൽ ഒറ്റപ്പെട്ട പഞ്ചിന് ആത്മവിശ്വാസവും സുരക്ഷിത ബോധവും നൽകാൻ ജീവനക്കാർ ഒരു വഴി കണ്ടെത്തി. ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഒറാങ്ങൂട്ടാൻ പാവയെ സമ്മാനിച്ചു. സ്വീഡിഷ് കമ്പനിയായ ഐക്കിയയുടെ ഈ പാവയ്ക്ക് നീളമുള്ള രോമങ്ങളുണ്ട്, കുറച്ചധികം വലിപ്പവുമുണ്ട്. അപ്പോൾ കുട്ടിക്കുരങ്ങൻ അമ്മയുടെ ശരീരത്തിൽ മുറുകെ പിടിക്കുന്നത് പോലെ ഈ പാവയിൽ പിടിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ എവിടെ പോകുമ്പോഴും പഞ്ച് ഈ പാവയെ കൂടെ കൂട്ടും. ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഈ പാവക്കുട്ടിയാണ് പഞ്ചിൻ്റെ ഏക ആശ്വാസം. ഈ സ്റ്റഫ് ചെയ്ത ഈ പാവക്കുട്ടി താരതമ്യേന നീളമുള്ള മുടിയും പിടിക്കാൻ എളുപ്പവുമായതുകൊണ്ട് തന്നെ ഒരു കുരങ്ങനുമായുള്ള സാമ്യമുള്ളത് കൊണ്ടും പഞ്ചിനെ വളരെ പെട്ടെന്ന് പഞ്ചിന് തൻ്റെ അമ്മയോട് സമാനമായൊരു ഇഷ്ടവും കരുതലും സ്നേഹവും ഒക്കെ തോന്നാൻ തുടങ്ങി. എന്തായാലും പഞ്ച് ഈ ഒറാങ്ങൂട്ടാൻ പാവയെ കൂടെ നടന്ന് കുറച്ച് ഗ്രൂപ്പിലെ മര്യാദകളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഗ്രൂപ്പ് മൊത്തത്തിൽ ഈ പഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാൻ നാളേക്ക് ശരിയാകും എന്നുള്ളതാണ് മൃഗശാല അധികൃതർ കരുതുന്നത്. എന്തായാലും മൃഗശാല അധികൃതർ ഈ പഞ്ചിന് ഈ പാവയെ കൊടുത്തതിന് ശേഷം, അതില്ലാതെ വളരെ അപൂർവമായി മാത്രമേ പഞ്ചിനെ കാണാറുള്ളൂ. അവനേക്കാൾ വലുതാണെങ്കിലും ആ കളിപ്പാട്ടം എല്ലായിടത്തും വലിച്ചഴിച്ചു കൊണ്ട് പോകാറുണ്ട്. മറ്റു കുരങ്ങുകൾ പഞ്ചിനെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. ഇതിനെക്കുറിച്ച് മൃഗശാല അധികൃതർ വിശദീകരണം നൽകുന്നുണ്ട്. പഞ്ച് മറ്റ് കുരങ്ങൻ കുഞ്ഞുങ്ങളുമായി അടുക്കാൻ ശ്രമിച്ചെങ്കിലും അവർ അവനെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല എന്നും, ആശയവിനിമയത്തിന് ശ്രമിച്ച പഞ്ചിനെ ഒരു മുതിർന്ന കുരങ്ങൻ വഴക്കു പറയുകയും വലിച്ചിഴക്കുകയും ചെയ്തുവെന്നും, അമ്മയുടെ തണലില്ലാതെ വളരുന്നതിനാൽ മറ്റു കുരങ്ങുകളുടെ പെരുമാറ്റ രീതികൾ പഠിച്ചെടുക്കാൻ പഞ്ചിന് പ്രയാസമുണ്ട്, ഈ ഒറ്റപ്പെടലാണ് വീഡിയോയിൽ കാണുന്നതെന്നാണ്. എന്തായാലും പഞ്ചിൻ്റെ വീഡിയോകൾ വൈറലായതിനു ശേഷം മൃഗശാലയിലേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങൾ ഇപ്പോൾ പഞ്ചിൻ്റെ ഫാനാണ്. മൃഗശാല അധികൃതർ പഞ്ചിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരന്തരമായി പങ്കുവയ്ക്കുന്നുമുണ്ട്. പഞ്ചിനെ കാണാനായി മാത്രം മൃഗശാലയിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ പഞ്ച് മറ്റു കുരങ്ങുകളുമായി പതുക്കെ സൗഹൃദത്തിലായിട്ട് വരുന്നുണ്ട്. വൈകാതെ തന്നെ ഈ പാവക്കുട്ടിയുടെ ഒന്നും സഹായമില്ലാതെ പഞ്ച് അവരുടെ കൂട്ടത്തിൽ തിരിച്ചു കയറും എന്നുള്ളതാണ് അധികൃതരുടെ പ്രത്യാശ.